السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ കൂട്ടത്തിലും പല ആളുകൾ പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹുവെ നീ രക്ഷപ്രദാനം ചെയ്യണേ തമ്പുരാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയന്ത്രണത്തിൽ കഴിയുന്ന ആളുകളാണ്. അത് മറികടക്കാൻ നമുക്ക് ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, ഏത് സമയത്തും നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം. ഈ അടുത്താണ് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2024 ജൂലൈ 30 വലിയ ഒരു ദുരന്തം ഉണ്ടായത്. അതേപോലെ അതിന് സമാനമായ ഒരു ദുരന്തമാണ് മേപ്പാടിക്കടുത്ത് കല്ലാടിയിൽ കഴിഞ്ഞ ജൂലൈ 7 2-3 ദിവസങ്ങൾക്ക് മുമ്പിൽ നടന്നത്. ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് മുമ്പിൽ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ദുരന്തങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നൽകുന്നത്. ആവശ്യത്തിന് മാത്രം മഴ വർഷിക്കുകയും അതേപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരു കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ഈ ഓരോ അവസ്ഥയിൽ ഇന്നിതാ ഓരോ വർഷങ്ങളും കടന്നു വരുന്ന സമയത്ത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് നൽകുന്ന പാഠം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും അതിന് സമാന്യമായ ഒരു ദുരന്തം ഒരു പക്ഷേ നമ്മേക്കും വന്നേക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആ അനുഗ്രഹത്തിന്റെ പേരിൽ ഓരോ ആളുകളും നന്ദി പറയുന്ന ആളുകളായി മാറേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കല്ലാടി ദുരന്തത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളാണ് അതിലൂടെ തകിടം മറിഞ്ഞത്. അതുപോലെ ഒരുപാട് കുടുംബങ്ങളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എന്തിനേറെ അവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ അഭിലാഷമായി കെട്ടിപ്പടുത്ത വീടുകൾ വരേക്കും അവർക്ക് തകർന്നു പോയി. പക്ഷേ ഇന്ന് ഒരു പക്ഷേ വാക്കുകളിലൂടെ അത് പക്ഷേ നമുക്ക് പറയാൻ സാധ്യമല്ല എങ്കിൽ പോലും നമുക്ക് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനസ്സുരുകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓരോരുത്തരും കടമയാണ്, കടപ്പാടാണ്. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലാഹുവേ നീ പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ അവിടുത്തെ കുടുംബത്തിന് നീ വലിയ ക്ഷമയും സലാമത്തും നീ കൊടുക്കണേ തമ്പുരാനെ. അതുപോലത്തെ പ്രാർത്ഥനകൾ നമ്മൾ ഓരോരുത്തരും മുസ്ലിമും മുഅ്മിനുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നിർവഹിക്കൽ പോലും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അതുപോലത്തെ ഒരു ദുരന്തം നമ്മളിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഇന്നൊരു പക്ഷേ നശിച്ചു പോകുന്ന ഒരു വസ്തുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണം എന്ന് പറയുന്ന പ്രതിഭാസം
ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, ഒരൊറ്റ മിനിറ്റിലൂടെ അല്ലെങ്കിൽ 30 സെക്കൻഡിലൂടെ എല്ലാം തകിടം മറിഞ്ഞ് എല്ലാ മലകളും എല്ലാം ഒരു മഴ പോലെ എന്തെയാണ്, ജലങ്ങൾ ഒലിക്കുന്നത് പോലെ എന്തെയാണ്, വല്ലാതെ വന്നു പോയ ഒരു ദുരന്തം നമ്മളെ ഓരോരുത്തരും കണ്ണിൽ ഇന്നും അടയാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ അത് നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസത്തിൽ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. അതിലുപരി പല ആളുകളെ പരസ്പരം നമ്മൾ സ്നേഹിക്കുക. അതേപോലെ മറ്റുള്ള ആളുകളോട് മറ്റുള്ള ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും തെറ്റി നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാവാം. അതെല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോഭാവം നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇന്നൊരു പക്ഷേ പല ആളുകൾക്കും പല എല്ലാ നിലക്കും തിരക്കാണ്. ഒരു 5 മിനിറ്റ് പോലും ഇബാദത്തിലായി കഴിച്ചുകൂടാൻ ആളുകളെ കിട്ടുന്നില്ല. എന്ത് പറയുകയാണെങ്കിലും തിരക്കാണ്, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകുന്ന ആളുകൾ ഉണ്ടാവാം. എന്തിനേറെ 5 വക്ത് ജമാഅത്ത് നിസ്കാരം കൃത്യമായി കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കും. പക്ഷേ സലാം വീട്ടലോടുകൂടി എല്ലാ ആളുകളും എണീറ്റ് പോകുന്ന ഒരു അവസ്ഥ. ദിക്ർ വേണ്ട, ദുആ വേണ്ട, സ്വലാത്ത് വേണ്ട, ഒന്നും വേണ്ട, ഒന്നിനും തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം എന്ന് പറയുന്ന ആ പ്രതിഭാസമുണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും പിടികൂടും എന്നുള്ള ബോധ്യത്തോടു കൂടി ഓരോ ആളുകളും ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. റബ്ബിന്റെ പ്രത്യേകമായ ഖളാഇ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് പോലെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു മനുഷ്യന്റെ കൃത്യമായ ആയുസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും എനിക്ക് പ്രശ്നമില്ല, അവന്റെ റൂഹ് ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, അതിനുശേഷം എന്താണ് അവൻ ചെയ്യുക എന്ന് പറയുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുക എനിക്ക് മാത്രമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഏത് സമയത്തും മരണം നമ്മളെ പിടികൂടും. ആ മരണം പിടികൂടുന്ന സമയത്ത് നമുക്കെല്ലാവരും നല്ലൊരു മുസ്ലിം ആയിക്കൊണ്ട്, നല്ല മുഅ്മിനായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മരണം എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് നല്ലത് മാത്രമേ ആളുകൾ പറയാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള ജീവിതമായിരിക്കണം നമ്മൾ ഓരോരുത്തരും കാഴ്ചവെക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള ആളുകളോട് വെറുപ്പോടുകൂടി, വിദ്വേഷത്തോടുകൂടി, അല്ലെങ്കിൽ അനാവശ്യമായ മറ്റുള്ള ദുസ്വഭാവത്തോടു കൂടി പെരുമാറുകയാണ് എങ്കിൽ അവൻ മരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മുൻപന്തിയിൽ നിൽക്കണം. കഴിയുന്ന സഹായ സഹകരണങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാര്, പ്രിയപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കലോടുകൂടിയാണ് നമ്മളെ കുറിച്ച്, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ആളുകൾ നന്മ പറയുകയുള്ളൂ. എന്തേ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ജനാസ കാണാൻ വേണ്ടി, ആ ജനാസ സംസ്കരിക്കുന്നതിന് വേണ്ടി, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അബൂ സലമയുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അബൂ സലമയുടെ 2 കണ്ണുകൾ തുറന്നു കിടക്കുകയായിരുന്നു. ആ തുറന്നു കിടക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചതിന് ശേഷം അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് നന്മയല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞു പോകരുത്. നിങ്ങൾ നന്മ മാത്രമേ പറഞ്ഞു പോകാവൂ. നിങ്ങൾ അതിന് ശേഷം എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള, വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാലാക്കന്മാര് അതിന് ഷഹാദത്ത് നിൽക്കും, സാക്ഷിയായി നിൽക്കും. അത് കാരണം കൊണ്ടിട്ട് എന്റെ അബൂ സലമ നരകത്തിലേക്ക് കടന്നു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരുപാട് ജനാസകൾ കാണാൻ വേണ്ടി പോയ ആളുകളായിരിക്കും ഞാനും നിങ്ങളും. ഒരു പക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവാം. പക്ഷെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളായിരിക്കണം നമ്മളിലൂടെ ഉണ്ടാവേണ്ടത്. അല്ലാതെ അയാൾ മരണപ്പെട്ടു പോയി, കായ്ച്ചിലായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ വാക്കുകളോ നമ്മുടെ ഭാഗത്ത് നിന്ന്
ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കാലോ പ്രവൃത്തിയാലോ മനസ്സാലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എങ്കിലേ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ആളുകൾ നല്ലത് മാത്രം പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമുക്ക് കഴിയുന്ന മാതിരി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിലുപരി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടിമ ആവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ എന്ന് പറഞ്ഞാൽ സുറൂറുൻ തുദ്ഖിലുഹു അലൽ മുസ്ലിമീൻ, പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളുടെ ഹൃദയാന്തരങ്ങളിൽ സന്തോഷം കണ്ടെത്തലാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രയാസങ്ങള് സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ അതുപോലെ എണ്ണിയാൽ തീരാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രയാസങ്ങൾ ആരാണോ മാറ്റിക്കൊടുക്കുന്നത് അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്ന് കല്ലാടി എന്ന് പറയുന്ന പ്രദേശത്ത് നടക്കുന്നത്. ഒരുപാട് സാമൂഹിക പ്രവർത്തകര്, അതേപോലെ സംഘടന പ്രവർത്തകരായ ആളുകളൊക്കെ അതിനു വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവർ സമർപ്പിക്കുകയാണ്. സ്വന്തം ജീവിതം പോലും അപകടത്തിലായിരിക്കും. എങ്കിൽ പോലും ഇന്ന് ചില സംഘടനകള് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വല്ലാത്ത നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. അതൊക്കെ പാവപ്പെട്ട ആളുകളെ സ്നേഹിക്കലോടുകൂടി അത് ആളുകളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ കടങ്ങൾ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരൊക്കെയാണോ തുനിയുന്നത് എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ അടുത്തല്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, പാവപ്പെട്ട ഒരു ഉസ്താദ് കടം വന്നതിന്റെ പേരിൽ ഒരു ആത്മഹത്യ ചെയ്തത്. ഉസ്താദ് ചെയ്താലും നാടൻ ചെയ്താലും തെറ്റ് തന്നെയാണ്, അതിനെ ന്യായീകരിക്കുകയല്ല. എന്തുകൊണ്ടിട്ടാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്? കടക്കണിപ്പെട്ടത് കൊണ്ടിട്ടാണ്. അങ്ങനെ കടക്കണികൾ പെട്ട പല ആളുകളും നമ്മൾ അറിയുന്ന നമ്മുടെ കൂട്ടത്തിലായി നമ്മുടെ കുടുംബത്തിലായി കഴിയുന്ന ആളുകൾ ഉണ്ടാവാം. അവരെ സഹായിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു പ്രവർത്തനം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരാണോ തയ്യാറാകുന്നത് ആ പ്രവർത്തനം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ദുരന്തങ്ങളിലും ഒരുപാട് പ്രയാസങ്ങളിലും കഴിയുന്ന ആളുകൾ ഒരു നേരം ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ കഴിയുന്ന മാതിരിയുള്ള സേവനങ്ങൾ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കലോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയും ഇഷ്ടപ്പെടുമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, പരസ്പരമുള്ള സ്നേഹങ്ങളാണ് എന്നും നിലനിർത്തി പോരേണ്ടത്. പാവപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ ഇന്ന് മറ്റുള്ള ആളുകളെ സ്നേഹിക്കണം, മറ്റുള്ള ആളുകളെ സഹായിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ മറ്റുള്ള വിദ്വേഷത്തോടു കൂടി പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യനേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന്
സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങൾക്കും നീ മാറ്റി കൊടുക്കണേ തമ്പുരാന്. ആരൊക്കെയാണോ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്കിൽ അല്ലാഹുവേ അവരിലേക്ക് നിന്റെ സഹായം നീ കൊടുക്കണേ തമ്പുരാന്. അതിൽ കഴിയുന്ന അതിൽ അകപ്പെട്ട ആളുകൾക്കൊക്കെ നീ ശുഹദായിന്റെ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാന്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട